സെൻസർ ബോർഡിന്റെ കട്ടിനും കോടതിയുടെ ആക്ഷനും നിർമ്മാതാക്കളുടെ എഡിറ്റിങ്ങിനും ശേഷം JSK തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് സംവിധായകൻ പ്രവീൺ നാരായണനാണ്. സിനിമ ഇന്ന് തിയേറ്ററിലേക്ക് എത്തുകയാണ്. എന്തായിരുന്നു എത്തി, ആളുകൾ കാണുന്നു, നല്ല പ്രതികരണം വരുന്നു? സന്തോഷം, അല്ലാതെ ഒന്നും പറയാനില്ല. എല്ലാവരോടും ഒരുപാട് നന്ദി. ഭയങ്കര മനസ്സറിഞ്ഞിരിക്കുവാണ്, ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ കരുതിയതുപോലെ തന്നെ ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണ്, സ്ത്രീകളെ പറ്റി ചർച്ച ചെയ്യപ്പെടണം എന്ന് ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിനെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് മറ്റൊരു തലത്തിലായിപ്പോൾ ചർച്ച, അതായത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് മാറി. ഇന്നിപ്പോൾ ഈ സിനിമ കണ്ടില്ലേ? സിനിമ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞു ഒന്നും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമകളെ പാഷനായിട്ട് കാണുന്ന ഒരാളാണ്. എനിക്ക് മികച്ചൊരു ചിത്രമായിട്ടാണ് തോന്നിയത്. ഒരു ത്രില്ലർ കോട്ട് മൂവി ഡ്രാമ, അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. എല്ലാ എലമെൻസും സിനിമയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. തീർച്ചയായിട്ടും അതിന് മറ്റൊന്നുമല്ല, ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ എല്ലാവരും കുഞ്ഞുനാളോട്ട് പറയാറുള്ള വാചകങ്ങൾ, കഷ്ടപ്പെട്ടാൽ അതിന് ഫലം കിട്ടും. അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എഴുത്തിലാണെങ്കിലും മേക്കിങ്ങിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അതെല്ലാവർക്കും ഫീൽ ചെയ്യുന്നു. ഇമോഷണലി ആയാലും ത്രില്ല് അല്ലെങ്കിൽ ആ ഒരു ഗ്രിപ്പിംഗ് സീനിലായാലും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല ഈ സിനിമ. അത് 100%. ഇന്നുകൊണ്ട് ഞാനതിന് ഗ്യാരണ്ടി പറഞ്ഞു. ഇന്നലെ വരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞാണ് ഞാൻ തിയേറ്ററിലാണ് നിൽക്കുന്നത്, രാഗം തിയേറ്ററിൽ. ഇവിടെയുള്ള എല്ലാവരുടെ റെസ്പോൺസിൽ നിന്ന് വളരെ ആത്മാർത്ഥത്തോട്ട് പറയുകയാണ്, ഒരിക്കലും നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് ഈ സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ സ്ക്രീനിന് അകത്തും പുറത്തും ഒരു കോർട്ട് റൂം ഡ്രാമയായിരുന്നു JSK. ആ ഒരു സമയത്തെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒരുപാട് അതിജീവിച്ചാണ് ഇന്ന് സിനിമ തിയേറ്ററിലേക്ക് എത്തിയതും ആരാധകരിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രേക്ഷകരിൽ നിന്നുള്ള ഈ പ്രതികരണം പുറത്തു വരുന്നത്. അപ്പോഴെന്താണ് തോന്നുന്നത്? ഈ പറയുന്നത് പോലെ ഈ സിനിമ എഴുതുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഹൈക്കോടതി പോയൊരു വ്യക്തിയാണ്. കാരണം ഒരു കോടതി പ്രൊസീജിയർ എങ്ങനെ നടക്കുന്നു, എഴുത്ത് എങ്ങനെ വരണമെന്നൊക്കെ അറിയാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 3-4 മാസം കണ്ടിന്യൂസ് കോടതിയിൽ പോയിരുന്നു. അതിനുശേഷമാണ് ഔചാരികമായിട്ട് ഈ സിനിമയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ജാനകി തന്നെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ കോടതിയിൽ കയറുകയുണ്ടായി. അതിനെ തുടർന്ന് വിവാദങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതെല്ലാം മാറി സിനിമയുടെ മെറിറ്റ്, ഇന്നിപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ, സുരേഷേട്ടൻ പറഞ്ഞത്, സിനിമയുടെ മെറിറ്റ് ചർച്ച ചെയ്യപ്പെടുന്ന തലത്തിലേക്ക് സിനിമ എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമയുടെ മെറിറ്റ് ചർച്ച ചെയ്യട്ടെ, സിനിമ ചർച്ച ചെയ്യട്ടെ, സിനിമയ്ക്കകത്ത് സംസാരിക്കുന്ന വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടട്ടെ. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് വിവാദമായിട്ട് തന്നെ ഇനിയുണ്ടല്ലോ. നമുക്ക് അതിന് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. CBFCയുടെ കാര്യങ്ങളും കടന്നു വന്ന വഴികളെ പറ്റി എല്ലാം തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കും. ഇപ്പം സിനിമ മുന്നോട്ട് പോട്ടെ. താങ്ക് യു. ഈ സിനിമയിൽ പ്രധാനപ്പെട്ടൊരു വേഷം അഭിനയിച്ച നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ്, സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു, വലിയ പ്രേക്ഷക പ്രതികരണം പുറത്തു വരുന്നു. അതെ, പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് മനസ്സിലായി. കാരണം നമ്മൾ അവരോടൊപ്പം ഇരുന്ന് സിനിമ കാണുമ്പം നമ്മൾ വിചാരിച്ച പല സന്ദർഭങ്ങളിലും അവർ അത് ശരിക്ക് അതിന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് വളരെ കയ്യടികൾ ധാരാളം വന്നല്ലോ. അപ്പം അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സ് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, നിയമത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒക്കെ അവസ്ഥയിലേക്ക് എത്തുന്നതുകൊണ്ടാണത്. അപ്പം അത് അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് തോന്നിയ ഒരു നല്ലൊരു സിനിമ. തീർച്ചയായും വലിയ സന്തോഷമാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അണിയറ പ്രവർത്തകർ പങ്കുവെക്കുന്നത്. സംവിധായകനും അതിയായ സന്തോഷം പങ്കുവെക്കുകയാണ്. JSK തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നു. മികച്ച പ്രേക്ഷക പ്രതികരണം സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നു. ക്യാമറ പേഴ്സൺ മാഹിനൊപ്പം റാഫി കരീം, 24.